ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ശബ്ദം എന്ന അധ്യായത്തിലെ ശ്രവണ പരിധി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ശ്രവണ പരിധി അഥവാ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. നമ്മുടെ ഭൂമിയിൽ പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ശബ്ദം എന്നാൽ എന്താണ്? പല വസ്തുക്കളുടെ കമ്പനം മൂലം ഉണ്ടാകുന്ന ഒരു ഊർജമാണല്ലേ ശബ്ദം. പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 1,00,000 ഹെർട്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആവൃത്തി വരുന്ന ശബ്ദങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ പല രീതിയിലുള്ള വസ്തുക്കളുടെ കമ്പനം മൂലം ഉണ്ടാകുന്നു. എന്നാൽ കേൾവി ശക്തിയുള്ള ഒരാൾക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അതിന്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. നമുക്കിതൊന്ന് പരിശോധിച്ചാലോ? എല്ലാ ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കുമോ? ഈ ശബ്ദശകലം ഒന്ന് കേട്ടു നോക്കൂ. ഈ ശബ്ദശകലത്തിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചോ? ഇല്ല അല്ലേ? ഇതിന് കാരണം മനുഷ്യന്റെ ശ്രവണ പരിധിയാണ്. ശരിയായ കേൾവി ശക്തിയുള്ള ഒരു മനുഷ്യന് കുറഞ്ഞത് ഏകദേശം 20 ഹെർട്സ് ആവൃത്തി വരുന്ന ശബ്ദത്തെയാണ് കേൾക്കാൻ സാധിക്കുക. എന്നാൽ മനുഷ്യന്റെ ശ്രവണ പരിധി ഏറ്റവും കൂടിയത് ഏകദേശം 20,000 ഹെർട്സ് ആണ്. അതായത് ഇതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം? 20 മുതൽ 20,000 ഹെർട്സ് ആണ് മനുഷ്യന്റെ ശ്രവണ പരിധി. ഇവിടെ നോക്കൂ, 20 മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ അതിനു മുമ്പും അതിനുശേഷവും, അതായത് 20-ൽ കുറവും 20,000 ഹെർട്സിൽ കൂടുതലുമുള്ള ശബ്ദം നമ്മുടെ പ്രകൃതിയിലുണ്ട്. 20,000 ഹെർട്സിൽ കുറവ് ആവൃത്തിയുള്ള ശബ്ദത്തെ നമ്മൾ ഇൻഫ്രാസോണിക് എന്നാണ് വിളിക്കുന്നത്. അതേസമയം 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദത്തെ നമ്മൾ അൾട്രാസോണിക് ശബ്ദമെന്ന് വിളിക്കുന്നു. ഗാൾട്ടൺ വിസിലുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗാൾട്ടൺ വിസിലുകൾ നായ്ക്കൾക്ക് മാത്രം കേൾക്കാൻ സാധിക്കുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിലുകളാണ്. നായ്ക്കളുടെ ശ്രവണ പരിധിയായിട്ടുള്ള 67 മുതൽ 45,000 ഹെർട്സ് ആവൃത്തിയുടെ ഇടയിൽ വരുന്ന ശബ്ദമാണ് ഗാൾട്ടൺ വിസിൽ പുറപ്പെടുവിക്കുന്നത്. അതായത് ഇവ പുറപ്പെടുവിക്കുന്നത് 30,000 ഹെർട്സ് ആവൃത്തിയുള്ള ശബ്ദമാണ്. അതായത് 67 മുതൽ 45,000 ഹെർട്സ് ആവൃത്തി ശ്രവണ പരിധിയുള്ള നായ്ക്കൾക്ക് ഇവ കേൾക്കാൻ സാധിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ ശ്രവണ പരിധി 20 മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഗാൾട്ടൺ വിസിലുകൾ കേൾക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ വവ്വാലുകൾ ഇരുട്ടിൽ സുഗമമായി സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് വവ്വാലുകൾ ഇരുട്ടിൽ ഇത്തരത്തിൽ സഞ്ചരിക്കുന്നത്? അതിന് കാരണം അവ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ശബ്ദമാണ്. ഈ പ്രത്യേക ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. കാരണം അവ നമ്മുടെ ശ്രവണ പരിധിയിൽ നിന്ന് പുറത്തുള്ളവയാണ്. വവ്വാലുകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം അൾട്രാസോണിക് ശബ്ദമാണ്. അവയ്ക്ക് അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കുവാനും അവ സ്വീകരിക്കാനും സാധിക്കുന്നു. മറ്റൊരു ഉദാഹരണം പോകുന്നു. മുൻ ഉദാഹരണങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞത് അൾട്രാസോണിക് ശബ്ദത്തെ കുറിച്ചാണ്. എന്നാൽ ഇൻഫ്രാസോണിക് ശബ്ദത്തിന് ഉദാഹരണമാണ്
ഭൂകമ്പം. സോണാർ അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണ് സോണാർ. കടലിന്റെ ആഴമളക്കുവാൻ ഉപയോഗിക്കുന്നവയാണ് ഇവ. കടലിന്റെ ആഴമളക്കാൻ സോണാർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അൾട്രാസോണിക് എന്ന ശബ്ദത്തിന്റെ സഹായത്തോടെ രോഗനിർണയവും ചികിത്സയും നടത്താറുണ്ട്. അപ്പോൾ അൾട്രാസോണിക്കിന്റെ 2 പ്രധാന ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചു. എന്തെല്ലാമാണ്? സോണാർ എന്നതിൽ അൾട്രാസോണിക് ശബ്ദം ഉപയോഗിക്കാറുണ്ട്. രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായും അൾട്രാസോണിക് ശബ്ദം ഉപയോഗപ്പെടുത്തുന്നു. താങ്ക് യു.